മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര കൂടുതൽ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ബൂർഷ്വാ രാജ്യമായി കാണുന്ന അമേരിക്കയിലേക്ക് തുടർന്ന് യാത്ര ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ വിവാദ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണെന്നുവെന്നും പരക്കെ ആരോപണം ഉയരുന്നു. LDFിലെ ചില ഘടകകക്ഷികളും പ്രവർത്തകരും പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് മാതൃകയാകേണ്ട മുഖ്യമന്ത്രി തന്നെ ഈ അനവസരത്തിൽ അമേരിക്കൻ യാത്ര പോകുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനം എല്ലാറ്റിലും ഒന്നാം സ്ഥാനത്താണ്. പ്രധാനമായും ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിന് സമാനമാണ്. മികച്ച ചികിത്സ ലഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഡൽഹിയിലെ എയിംസിന് സമാനമാണെന്ന് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, CPM നേതാക്കളും വായ്തോരാതെ പറയുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ ദാരുണ സംഭവങ്ങളും ICUവിലും ആംബുലൻസിൽ പോലും രോഗികൾക്ക് രക്ഷയില്ല എന്ന അവസ്ഥയും ഓരോ ജില്ലകളിലും ഉള്ള ആശുപത്രികളുടെ ശോചനീയ അവസ്ഥകൾ നിരന്തരമായി ചാനലുകളിൽ വാർത്തയാകുന്നതും ജനങ്ങൾ കാണുകയാണ്. ആരോഗ്യ മേഖലയടക്കം വരുന്ന എല്ലാ വകുപ്പുകളും ഒന്നാം സ്ഥാനത്ത് മികച്ചതാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രികളടക്കം വരുന്ന മന്ത്രിമാരും അവരുടെ മക്കളും ചികിത്സയ്ക്കും ഉപരിപഠനങ്ങൾക്കും ജോലിക്കും അയൽ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നതും കേരള ജനത കാണുകയാണ്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സിക്കേണ്ട ഗുരുതരമായ അസുഖം എന്തെന്ന് കേരളത്തിലെ ഒരാൾക്കും അറിയുന്നില്ല. ഇവരുടെയെല്ലാം വിദേശയാത്രകൾക്ക് നികുതി പണം നൽകുന്ന ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം UDF ഭരണത്തിലാണ് നടക്കുന്നതെങ്കിൽ കേരളം സ്തംഭിക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള അമേരിക്കൻ യാത്ര വിമാനത്താവളത്തിൽ തന്നെ CPM തടയുമായിരുന്നു എന്നും ജനങ്ങൾ വിലയിരുത്തുന്നു. അടുത്ത കാലത്തുണ്ടായ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പടുതോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുള്ള നടപടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇന്ത്യയിലാകെയുള്ള കേരളത്തിലെ ഭരണവും ഇല്ലാതാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. എനിക്ക് ശേഷം എന്ന ചോദ്യം ഉയരുന്നില്ല എന്നും ജനങ്ങൾ വിലയിരുത്തുന്നു. ഭരണത്തിലുള്ള ഒരാളെയും വിശ്വസിക്കുന്നില്ല എന്നതിനാലാണ് ആർക്കും ചാർജ് കൊടുക്കാത്തത്. വിശ്വസ്തനായ EP പോലും വിശ്വസിക്കില്ല എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷം നിർവീര്യം, വെറും നോക്കുകുത്തിയെന്ന് ജനങ്ങൾ. സംസ്ഥാനത്തെ ഭരണത്തിൽ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന ഗുരുതരമായ ദാരുണ സംഭവങ്ങൾ അനവധി ഉണ്ടായിട്ടും സംസ്ഥാനമാകെ വലിയ വിവാദ ചർച്ചകൾ ഉണ്ടാകുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം മറന്ന് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്ന് ജനങ്ങൾ. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പേരിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും മാത്രമാണ് പ്രതിഷേധിച്ചു വരുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നേതാവായി VD സതീശൻ മാത്രമാണ് ഉള്ളതെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്കും അധികാരങ്ങൾക്കും മാത്രമാണ് നേതാക്കളെ പുറത്തു കാണുന്നത്. പല ഘട്ടങ്ങളിൽ പരസ്പരം വീഴ്പ്പലക്കാനും നേതാക്കൾ രംഗത്ത് വരുന്നതായും ജനങ്ങൾ പറയുന്നു. ഇത്രയും മധുരമായ സുവർണ സാഹചര്യങ്ങൾ ഭരണകക്ഷികൾ തന്നെ ഒരുക്കി തന്നിട്ടും വീണുകിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാതെ തട്ടിത്തെറിപ്പിക്കുന്നതായി താഴെ തട്ടിലുള്ള പ്രവർത്തകരും ആരോപിക്കുന്നുണ്ട്. പാർട്ടിയിലെ ഉൾപ്പോരും അനൈക്യവും പരസ്പര ആരോപണങ്ങൾക്കും ഒരു കുറവുമില്ലെന്നും പാർട്ടിക്കാർ തന്നെ സമ്മതിക്കുന്നു. പാലക്കാട് ജില്ലയിലും നീപ ഭീഷണി. പാലക്കാട് നീപ ബാധിതയുടെ ബന്ധുവായ 10 വയസ്സുകാരിക്ക് പനി. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് നീപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിയന്ത്രണം കർശനമാക്കി പ്രദേശങ്ങളിലെ റോഡ് അടയ്ക്കുന്നു. നീപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിയുടെ ബന്ധുവിനെയും രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 വയസ്സ് പ്രായമുള്ള കുട്ടിയെയാണ് പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരാവസ്ഥയുമായി തുടരുകയാണ്. ഇന്നലെ യുവതിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യമന്ത്രി പുറത്തുവിട്ടിരുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം യുവതി പൊതുഗതാഗതം ഉപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 25-നാണ് നീപ രോഗലക്ഷണങ്ങളുമായി തുടർന്ന്
38കാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്ഥിതി മോശമായതോടെ യുവതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് യുവതിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ച് പ്രാഥമിക പരിശോധനയിൽ യുവതിക്ക് നീപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു. യുവതിയുമായി സമ്പർക്കം പുലർത്തുന്നവരെയെല്ലാം ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലും പ്രശ്നം. സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണം 741 പേർ മരിച്ചു. സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണത്തിൽ വിധേയരായ 2352-ൽ 741 പേർ മരിച്ചു. സംഭവം ഗുജറാത്തിലാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ IKDRC സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷകൾക്ക് വിധേയരായ 2352 രോഗികളിൽ 741 പേർ മരിച്ചെന്ന് CAG റിപ്പോർട്ട് ഉയർത്തി വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത്. 91% കേസുകളിലും തെറാപ്പി പരാജയപ്പെട്ടതായി CAG റിപ്പോർട്ടിൽ പറയുന്നു. പരീക്ഷണങ്ങൾക്ക് ഇരയായവരിൽ വൃക്ക മാറ്റിവെക്കൽ പരാജയപ്പെട്ടു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അനധികൃത പരീക്ഷണങ്ങൾക്ക് വിധേയരായവർക്ക് നേരിടേണ്ടി വന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കോൺഗ്രസ് വക്താവ് പർദീപ് സിംഗ് കത്തോഡിയ ആവശ്യപ്പെട്ടു. 1999-2017 കാലത്താണ് മരണങ്ങൾ നടന്നത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനുവാദമില്ലാതെ മരുന്ന് പരീക്ഷണങ്ങളിലൂടെ ഡോക്ടർമാർ പണം വെട്ടിപ്പ് നടത്തിയ സംഭവം പുറത്തു വന്നതായും അതിന് പിന്നാലെയാണ് വൃക്ക രോഗികളുടെ മരണവും പുറത്തു വന്നിരിക്കുന്നത്.